കട്ടപ്പന കല്യാണത്തണ്ടിൽ റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തുന്ന വ്യാജ പ്രചരണത്തിനെതിരെ LDF നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചു. കോൺഗ്രസ് ഭരണകാലത്ത് മാത്രമാണ് ജില്ലയിൽ കുടിയിറക്കുണ്ടായിട്ടുള്ളത്. കല്യാണത്തണ്ടിൽ നിന്ന് ആരെയും കുടിയിറക്കുകയില്ലെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. കഴിഞ്ഞ ഓഗസ്റ്റ് 16-നാണ് റവന്യൂ വകുപ്പ് കല്യാണത്തണ്ട് പുല്ലുമേട് ഭാഗത്ത് സർക്കാർ ഭൂമി എന്ന ബോർഡ് സ്ഥാപിച്ചത്. കട്ടപ്പന വില്ലേജിൽ ബ്ലോക്ക് 60 സർവേ നമ്പർ 19 ഉൾപ്പെട്ട സർക്കാർ വക പുല്ലുമേട് എന്ന റെക്കോർഡുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള 37 ഏക്കർ റവന്യൂ പുറമ്പോക്കുമായി ബന്ധപ്പെട്ടാണ് റവന്യൂ വകുപ്പ് നടപടി സ്വീകരിച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ തങ്ങളുടെ ഭൂമി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് LDFന്റെ ആരോപണം. UDFന്റെ കപട രാഷ്ട്രീയവും സ്വന്തം നേട്ടത്തിനായി അനാവശ്യമായി ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ആശങ്കകളും തുറന്നു കാണിക്കുവാനാണ് LDF നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചത്. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഗ്രൂപ്പ് തർക്കത്തിന്റെ ഭാഗമായി കല്യാണത്തണ്ടിൽ കയ്യേറ്റം നടന്നതായി പരാതി നൽകിയതും ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കിയതും കോൺഗ്രസുകാരാണ്. ചില കോൺഗ്രസ് നേതാക്കൾ നടത്തിയ കയ്യേറ്റം മറയ്ക്കാനുള്ള വ്യാജ പ്രചരണമാണ് നടക്കുന്നത്. വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ മന്ത്രി റോഷി അഗസ്റ്റിൻ സർക്കാർ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. അതിനു മുകളിൽ പറയാൻ ജോയി വെട്ടിക്കുഴിക്ക് അധികാരമില്ല. ഇടുക്കിയുടെ ചരിത്രമെടുത്താൽ കോൺഗ്രസുകാർ മാത്രമാണ് ജില്ലയിലെ ജനങ്ങളെ കയ്യേറ്റക്കാരാക്കിയിട്ടുള്ളത്. LDF സർക്കാർ എന്നും ജനങ്ങൾക്കൊപ്പമാണെന്നും ആരെയും ഇവിടെ നിന്നും കുടിയിറക്കില്ലെന്നും CV വർഗീസ് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കന്മാർ നിരന്തരമായി പരാതിയുമായി പോയി. ആ പരാതിയുടെ കാരണം എന്തെന്ന് എനിക്കറിയില്ല. പരാതി എന്നു കളക്ടർക്ക് പരാതി കിട്ടിയാൽ അന്വേഷിക്കാൻ വെക്കും, അന്വേഷിക്കാൻ നിലപാട് സ്വീകരിച്ചു. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നു. പാറത്തരിശത്തിന് സർക്കാർ റവന്യൂ തരിശെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ രേഖപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായി ചെല്ലുമ്പോ അവിടെയൊരു സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് താൽക്കാലികം തീരുമാനിക്കാൻ വേണ്ടി അവർ രക്ഷപ്പെടാൻ വേണ്ടി അവിടെ കൊണ്ട് ബോർഡ് വെച്ചു. ആ ബോർഡ് വെച്ച് അറിഞ്ഞ് 24 മണിക്കൂർ മുകളിൽ ഇടതുപക്ഷ ജനാധിപത്യയുടെ സംസ്ഥാന നേതാവ് ഇവിടെ റോഷി അഗസ്റ്റിൻ പങ്കെടുത്ത്, ഇവിടുത്തെ മന്ത്രി തലത്തിൽ പങ്കെടുത്ത് പറഞ്ഞില്ലേ, ഇവിടുത്തെ ഒരാളെ കുടിയിറക്കില്ല എന്ന് റോഷി അഗസ്റ്റിൻ പറഞ്ഞാൽ അതിന് മുകളിൽ പറയാൻ ഒരു വെട്ടിക്കുഴിക്കും അധികാരമില്ല. പറഞ്ഞാൽ അത് ജനങ്ങൾ വിശ്വസിക്കില്ല. ആ റോഷി അഗസ്റ്റിൻ പറഞ്ഞ നടക്കൂടൂ. വേറെ തർക്കമൊന്നും ഇവിടുന്ന് ആരും ഇറക്കൂല. ഒരു തർക്കമൊന്നും വേണ്ട. വണ്ണപ്പുറത്ത് ഏറ്റവും അവസാനമായി 1982-ൽ 84-ൽ കുടിയിറക്കാമെന്ന കോൺഗ്രസ്. ഈ ജില്ലയിൽ 9 കേന്ദ്രങ്ങളിൽ കൃഷിക്കാരെ കുടിയിറക്കിയത് കോൺഗ്രസ് ആണെന്ന്. കോൺഗ്രസ് കുടിയിറക്കിയിട്ടുണ്ടെങ്കിൽ ആ കുടിയിറക്കിയ കൃഷിക്കാരനെ കുടിയിരുത്തിയ ചരിത്രം മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യം ഉണ്ടിക്കുള്ളൂ. ഒരു തർക്കവും വേണ്ട. ഞങ്ങളാരും കുടിയിറക്കും LDF ഗവൺമെന്റ് നയല്ല. യോഗത്തിൽ LDF മുനിസിപ്പൽ കൺവീനർ VR ശശി അധ്യക്ഷനായിരുന്നു. CPI ജില്ലാ സെക്രട്ടറി K സലിംകുമാർ, കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജ് തോമസ്, CPM ഏരിയ സെക്രട്ടറി VR സജി, LDF നേതാക്കളായ ടോമി ജോർജ്, MC ബിജു, KP സുമോദ്, ഷാജി കുത്തോടിയിൽ, PM നിഷാമോൾ, ലിജോബി ബേബി, PV സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു.